ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ ചമ്മന്തിയാണ് കേട്ടോ ആക്കാൻ പോകുന്നത്. ഇവിടെ കർണാടകയിൽ ചിക്കൻ കുട്ടുബജി എന്നൊക്കെ പറയും ഇതിന്. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വേണം. ഇത് നമ്മുടെ ബാച്ചുലേഴ്സ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന സംഭവമാണ്. അതേ രീതി വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോഴേ പെട്ടെന്ന് ഈസിലി റെഡിയാക്കി വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ അതിന് കുറച്ച് റെഡ് ചില്ലി, അങ്ങനെ കുറച്ച് പെപ്പറും കുറച്ച് ടർമറിക്കും, പിന്നെ അതേ വേണം രുചിക്ക് എത്തണം സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഞാൻ വെക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. ടൈം ഇല്ലാത്തവർ ഇത് ഒത്തിരി സമയമൊന്നും വെക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതിന് ബാക്കി നമ്മൾ റെഡി ആക്കുമ്പോഴത്തേനെ ഇത് ആ സമയം വരെ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചാൽ മതി, റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. സോ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിരുന്നു. സോ എണ്ണയെല്ലാം ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച് ഇതിനിവിടെ കർണാടകയിൽ ഈറുള്ളി എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഇതിന് ചുമന്നുള്ളി, ഉള്ളി എന്നൊക്കെയല്ലേ പറയുന്നത് കേരളത്തിൽ. സോ അതിനെ നല്ലപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ ഈ ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ അതിനൊരു ഫ്രൈ ആയിട്ട് ആക്കത്തില്ലേ, ആ ലെവലിൽ നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് ഗാർലിക്കിനെയും കൂടെ ഫ്രൈ ചെയ്യുവാണ്. ഞാൻ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഗാർലിക്കും ജിഞ്ചറും അതേ രീതി കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നവർക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. എന്നാലേ നമുക്കൊരു കറക്റ്റ് ഒരു ടെക്സ്ചറിലും അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ഈസി ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാനിതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, പുറത്ത് പോകാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ തന്നെ ഇടാമെന്ന് വെച്ചത്. സോ മഴയൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കർണാടകയിൽ മൂകാംബികയുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത്. സോ ഇതൊക്കെ കറി ലീവ്സും കൂടി ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്ര ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് ഇതേ ഓയിലിലേക്ക് തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കനിനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കും. വേറെ ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ ഓയിലിലേക്ക് ഈ ചിക്കനെ നോക്കി ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാനെല്ലാം എടുത്ത് വെച്ചു. ഇത് നമ്മൾ ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓവർ ഇങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും, കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വലിയവർക്കൊക്കെ കഴിക്കാൻ, പ്രായമായവർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒത്തിരി ചിക്കൻ ഹാർഡായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ. സോ ഇങ്ങനെ ഒരു ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അരച്ചെടുക്കില്ല, ലൈറ്റായിട്ട് ഒരു നല്ലൊരു പൗഡർ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ ചൂടോടെ നമ്മളിതിനെ പൊടിച്ചെടുക്കുമ്പോൾ ഒരു പൗഡർ ആയിട്ട് നമുക്കൊരു നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് നോക്കാം. ഈ പരുവത്തിൽ നമുക്കിതിനെ ആക്കിയെടുക്കാൻ പറ്റും. ചൂടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയാണ്. തേങ്ങയും കുറച്ച് ഉള്ളിയും, അതേ രീതി ഇതിന് കുറച്ച് ചുവന്ന മുളക് പൊടിയും, അങ്ങനെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ചെറിയൊരു പുളി ഫ്ലേവറിന് വേണ്ടി നമ്മൾ എന്ന് വെച്ചാൽ വാളംപുളിയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. വാളംപുളിയും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം. അങ്ങ് ചതച്ചെടുത്താൽ മതി കേട്ടോ. അത് ചെയ്യുമ്പോൾ അതേ ഓയിലിലേക്ക്, ആ ചിക്കൻ വറുത്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ അരച്ചെടുത്ത സാധനത്തിനെ, ഈ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത സാധനത്തിനെ, തേങ്ങേനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നോക്കുക, അതിലേക്ക് നമ്മൾ എന്നാ കാണിക്കുന്നത്, ചിക്കൻ, ആ പൊടിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, സ്ലോ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ ആ പച്ചമണം, ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പോയിട്ട് നല്ല ഒരു ആ ചിക്കൻ്റെ ആ ഓയിലാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും ഒരുവിധം നല്ലൊരു ടെക്സ്ചർ ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മിക്സ് ചെയ്ത് നല്ലപോലെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. നല്ല പോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നോക്കുക, ഞാൻ ഇന്നിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിവിടെ ആക്കിയിട്ട് നമ്മുടെ പയ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവന്മാർ പറഞ്ഞു, ലൈക്ക് ഇത് നമ്മൾ ചിക്കൻ ചട്നി എന്ന് പറയത്തില്ല, ഇവിടെ ചമ്മന്തിക്ക് നമ്മൾ ചട്നി എന്നാണ് കേട്ടോ പറയുന്നത്. കർണാടകയിൽ ചട്നി എന്ന് പറയത്തില്ല, ചിക്കൻ കുട്ടുബജി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് നേരാണല്ലോ. നമ്മുടെ ഇവിടെ ഈ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്ത് ആക്കുന്നതിന് കുട്ടുബജി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ കാണാനും അതേമാതിരി തന്നെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ ആക്കി നോക്കി. ഫൈനൽ ഇതിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കനോട് അടിക്കണേ. അപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോസും എപ്പോഴും കാണാമല്ലോ. താങ്ക്